പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ബ്രോൺ സ്ട്രോമിനെ WWE റിലീസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് റസ്ലിംഗ് ഒബ്സർവർ എന്ന് അറിയപ്പെടുന്ന ഡെയ്വ് മെൽസറിൻ്റെ പുതിയ റിപ്പോർട്ടിൽ അദ്ദേഹം പങ്കുവെക്കുന്നത് ബ്രോൺ സ്ട്രോമിന് കൊടുക്കുന്ന സാലറി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ താരത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായവും അനുസരിച്ച് അത്രയും വലിയൊരു സാലറി കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ബ്രോൺ സ്ട്രോമിനെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം മാനേജ്മെൻറ്റ് എടുത്തത്. അതായത് ബ്രോൺ സ്ട്രോമിന് കൊടുക്കുന്ന സാലറിക്ക് അനുസരിച്ച് താരത്തെ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യം നിലവിൽ ബ്രോൺ സ്ട്രോമിന് ഇല്ല. അതുകൊണ്ട് പുറത്താക്കാനുള്ള തീരുമാനം മാനേജ്മെൻറ്റ് എടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബ്രോൺ സ്ട്രോമൻ എന്ന് പറയുന്ന റസ്ലർ ഇതിനു മുൻപ് റിലീസ് ചെയ്യപ്പെട്ടു കുറച്ചധികം മാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് തിരികെ വന്നത്. ഈ തിരികെ വന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. തിരികെ വന്നതിന് ശേഷം ബ്രോൺ സ്ട്രോമൻ, ബ്രോൺസൺ റീഡ്, ജേക്കബ് ഫാറ്റു തുടങ്ങിയവർക്കെതിരെയാണ് ഏറ്റവും അവസാനമായിട്ട് സ്റ്റോറി ചെയ്തത്. ഈ രണ്ട് റസ്ലേഴ്സിനെതിരെയും സ്റ്റോറി ചെയ്ത് ഈ രണ്ട് റസ്ലേഴ്സിനെയും കിടിലൻ ഒരു പവർ ഹൗസ് റസ്ലറായിട്ട് ബിൽഡ് ചെയ്യാൻ ബ്രോൺ സ്ട്രോമൻ വളരെ കുറേയധികം ഇമ്പോർട്ടൻസ് ആ സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജേക്കബ് ഫാറ്റു ആണെങ്കിലും ബ്രോൺസൺ റീഡ് ആണെങ്കിലും ബ്രോൺ സ്ട്രോമിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള മൊമെൻറ്റ്സ് ഒക്കെ കാണിക്കുന്നതും അതുപോലെ തന്നെ കിടിലമായിട്ടുള്ള ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ഒക്കെ കാണിക്കുന്നതും അത് ബ്രോൺ സ്ട്രോമൻ കൂടി എടുത്ത ഒരു എഫേർട്ടാണ്. അപ്പോൾ ബ്രോൺ സ്ട്രോമൻ ഇത്രയും സാലറി വാങ്ങുന്ന ആ ഒരു സമയത്ത് മാനേജ്മെൻറ്റ് ചിന്തിക്കുന്നത് ബ്രോൺസൺ റീഡ്, ജേക്കബ് ഫാറ്റു തുടങ്ങിയവർക്കൊക്കെ ഇതിനേക്കാൾ കുറച്ച് സാലറിയിൽ അവർ ഇതിനേക്കാൾ കൂടുതൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ അവരെ യൂട്ടിലൈസ് ചെയ്താൽ മതി, ബ്രോൺ സ്ട്രോമനെ പുറത്താക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് അവർ എടുത്തത്. പക്ഷേ ബ്രോൺ സ്ട്രോമനാണ് ഇത്രയും റെസ്ലേഴ്സ് ഇങ്ങനെ പൊങ്ങി വരാനുള്ള കാരണം എന്നുള്ളത് അവർ മറന്നു പോയോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. അപ്പോൾ ബ്രോൺ സ്ട്രോമനെ പുറത്താക്കാനുള്ള കാരണം ഇങ്ങനെയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബ്രോൺ സ്ട്രോമിൻ്റെ ഭാവി എവിടേക്ക് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ പങ്കുവെക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലെ ടോപ്പ് സ്റ്റാറായ ടെറ്റ്സുയോ നൈറ്റോ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ, അദ്ദേഹത്തിൻ്റെ ഫാക്ഷനിലെ മെമ്പറായ ബുഷി തുടങ്ങിയവരൊക്കെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് വിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ റെസ്ലിംഗ് ഡോണ്ടാക്കോ എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റിന് ശേഷം ടെറ്റ്സുയോ നൈറ്റോ, ബുഷി തുടങ്ങിയവരുടെ കോൺട്രാക്റ്റ് NJPWയുമായിട്ട് അവസാനിച്ചിരിക്കുന്നു. അവരുടെ ഭാവി എന്ത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. രണ്ടുപേരും കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല, റിലീസ് ചോദിച്ചു വാങ്ങി എന്നുള്ളത് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് കുറച്ച് ആഴ്ചകൾക്ക് മുൻപേ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇന്നത്തെ ഷോയോട് കൂടി അവരുടെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലെ അവസാന മത്സരം കൂടി അവസാനിച്ചിരിക്കുന്നു. മൂന്നാമത്തെ അപ്ഡേറ്റ് ഡക്കോട്ട കായ് എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ഡക്കോട്ട കായും ഇന്നലെ റിലീസ് ചെയ്യപ്പെട്ടവരിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള റെസ്ലറായിരുന്നു. ഇതിനു മുൻപും ബ്രോൺ സ്ട്രോമിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണ് ഡക്കോട്ട കായുടെ കേസും. മുൻപും ഡക്കോട്ട കായ് റിലീസ് ചെയ്യപ്പെട്ട് പിന്നീട് ഒരു സർപ്രൈസ് റിട്ടേൺ WWEയിലേക്ക് നടത്തിയതാണ്. ആ തിരിച്ചുവരവിൽ താരത്തിന് ലഭിച്ച ഒരു ഇമ്പോർട്ടൻസ് പിന്നീട് ഡക്കോട്ട കായ്ക്ക് വലിയ പുഷുകൾ സമ്മാനിക്കുമെന്ന് നമുക്ക് തോന്നിപ്പിച്ചെങ്കിലും താരത്തിന് സംഭവിച്ച ഇഞ്ചുറികൾ താരത്തിൻ്റെ ആ ഒരു പുഷിനെ വലിയ രീതിയിൽ ബാധിച്ചു. താരത്തിന് സംഭവിച്ച ഇഞ്ചുറികൾ തന്നെയാണ് ഡക്കോട്ട കായുടെ ഈ ഒരു പുഷിനെ ബാധിച്ചത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഡക്കോട്ട കായ് ഇനി തിരികെ വരാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു സമയത്താണ് റിലീസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഡക്കോട്ട കായ് റിലീസ് ചെയ്യപ്പെട്ടത് കുറേയധികം ആരാധകരെ സംബന്ധിച്ച് വളരെ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡക്കോട്ട കായുടെ ഭാവി എന്ത് എന്നുള്ളതിൽ പലരും ഒരു സംശയമുണ്ടായിരുന്നു. നിലവിൽ റെസ്ലിംഗ് ഒബ്സർവർ ഡെയ്വ് മെൽസറിൻ്റെ പുതിയ റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡക്കോട്ട കായ് AEWയുമായിട്ട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. മുൻപ് റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ AEWയുമായിട്ടുള്ള ഒരു ടോക്ക്, ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് ഡക്കോട്ട കായ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രിപ്പിൾ എച്ച് ക്രിയേറ്റീവ് ഹെഡായിട്ട് മെയിൻ റോസ്റ്ററിലേക്ക് വന്ന് അങ്ങനെ ഒരു തിരിച്ചുവരവാണ് ഡക്കോട്ട കായ്ക്ക് അന്ന് ട്രിപ്പിൾ എച്ച് കൊടുത്തത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ട്രിപ്പിൾ എച്ചിന് പോലും ഡക്കോട്ട കായെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. എന്തായാലും ഡക്കോട്ട കായ് ഇനി ഈ അടുത്തൊന്നും WWEയിലേക്ക് തിരികെ വരില്ല. അപ്പോൾ AEW മുൻപേ ഒരു കോൺട്രാക്റ്റ് ടോക്ക് നടത്തിയത് കൊണ്ട് തന്നെ വൈകാതെ ഈ ഒരു 90 ഡേയ്സിൻ്റെ നോൺ കോമ്പീറ്റ് ക്ലോസ് കഴിഞ്ഞാൽ ഡക്കോട്ട കായ് മിക്കവാറും AEWയിൽ ഡെബ്യൂ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം എന്നുള്ളതാണ് റെസ്ലിംഗ് ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നത്. AEW തന്നെയാണ് താരത്തെ പുതുതായി ഒരു കോൺട്രാക്റ്റ് കൊടുത്ത് സൈൻ ചെയ്യാൻ സാധ്യതയുള്ള മുൻനിര റെസ്ലിംഗ് കമ്പനി എന്നുള്ളതും റെസ്ലിംഗ് ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാലാമത്തെ അപ്ഡേറ്റ് ഷോട്ട്സി എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ഷോട്ട്സി എന്ന താരത്തെയും WWE റിലീസ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഷോട്ട്സി എന്ന റെസ്ലറെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ് എന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഷോട്ട്സി എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ലുക്ക്, താരത്തിൻ്റെ ആ ഹെയർ സ്റ്റൈലിൻ്റെ കളറ്, ആ ഒരു പച്ച കളറൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഓർമ്മയിൽ വരുന്ന ഒരു റെസ്ലറിൻ്റെ ഒരു ലുക്കാണ്. അതുകൊണ്ട് തന്നെ ഷോട്ട്സിയെ ഒറ്റയടിക്ക് നമുക്കൊന്നും മറക്കാൻ സാധിക്കില്ല. താരം NXT ബ്രാൻഡിലായിരുന്നു അവസാനമായി ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നത്. മെയിൻ റോസ്റ്ററിലേക്ക് വന്ന് പോയി എന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ
ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ സ്റ്റോറി ലൈനുകളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. എന്തായാലും ഷോട്ട്സി എന്ന് പറയുന്ന റെസ്ലറിൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാതെ താരത്തെയും റിലീസ് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് എടുത്തിരിക്കുന്നത്. ഷോട്ട്സിയെ അത് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതും ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷോട്ട്സി എന്ന് പറയുന്ന റെസ്ലറിനെ പുറത്താക്കി അല്ലെങ്കിൽ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുന്നില്ല എന്നുള്ള തലത്തിലുള്ള വാർത്തകൾ വന്നതിന് ശേഷം ഷാർലറ്റ് ഫ്ലെയർ പോലെയുള്ള മുൻനിര താരങ്ങൾ ഷോട്ട്സി WWE വിട്ടു പോകുന്നതിനെ സംബന്ധിച്ച് ഷോട്ട്സിയൊപ്പമുള്ള ഒരു ഓർമ്മകൾ പുതുക്കുന്ന അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഷോട്ട്സി എന്ന റെസ്ലറിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാതെ താരത്തെയും റിലീസ് ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഫോർമർ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചാണ്. കോഡി റോഡ്സിൻ്റെ തിരിച്ചുവരവിൻ്റെ ഡേറ്റ് നമുക്കിപ്പോൾ ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. മെയ് 17 ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ കോഡി റോഡ്സ് WWEയിലേക്ക് റസൽമീനിയ 41 പരാജയത്തിന് ശേഷമുള്ള ആദ്യ തിരിച്ചുവരവ് നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഷോയിൽ കോഡി റോഡ്സിനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഷോയിലെ പ്രത്യേകത ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്മാക്ഡൗൺ എപ്പിസോഡാണ് എന്നുള്ളതാണ്. അപ്പോൾ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ജോൺസണയുടെ മത്സരം നടക്കുന്നുണ്ട്. അത് കോഡി റോഡ്സിൻ്റെ ഉറ്റ സുഹൃത്തായിട്ട് അപ്പോൾ ഓൺ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള റാൻഡി ഓർട്ടിനെതിരെയാണ് ജോൺസൺ ആ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മത്സരത്തിൽ ഒരു ഇൻ്റർഫിയറൻസ് കോഡി റോഡ്സ് നടത്താനുള്ള സാധ്യതകളും ഈ ഒരു വാർത്ത പുറത്തേക്ക് വരുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. അപ്പോൾ കോഡി റോഡ്സിൻ്റെ തിരിച്ചുവരവ് എന്തായാലും ജോൺസണയുടെ ആ റസൽമീനിയ 41 വിജയത്തെ സംബന്ധിച്ചും കോഡി റോഡ്സിൻ്റെ ഭാവിയെ സംബന്ധിച്ചുമുള്ള അപ്ഡേറ്റ്സ് നമുക്ക് സമ്മാനിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കോഡി റോഡ്സിൻ്റെ തിരിച്ചുവരവ് എന്ന് നടക്കും എന്ന് കാത്തിരുന്ന ആരാധകരെ സംബന്ധിച്ച് മെയ് 17 എന്നുള്ളൊരു ഡേറ്റാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. കോഡി റോഡ്സിൻ്റെ തിരിച്ചുവരവിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്റ്റോറി എന്തൊക്കെയാണ്? കോഡി റോഡ്സ് വേഴ്സസ് ജോൺസനെ തമ്മിലുള്ള സ്റ്റോറി ഇനിയും കാണാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൂടാതെ ചെറിയൊരു അപ്ഡേറ്റ് പങ്കുവെക്കാനുള്ളത്, ഈ വർഷത്തെ സമ്മർ സ്ലാം 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. സാധാരണ റസൽമേനിയ ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷങ്ങളിലുമൊക്കെ കാണാൻ സാധിച്ച പോലെ ഈ സമ്മർ സ്ലാമിലും കോഡി റോഡ്സിനെ അവർ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഡി റോഡ്സിൻ്റെ ഒരു ബിഗ് മാച്ച്, ചിലപ്പോൾ ജോൺസനെതിരെയുള്ള ഒരു റീമാച്ച് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിലുള്ളൊരു അപ്ഡേറ്റും ഇതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.